UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. UDF പ്രവേശനം സൂചിപ്പിച്ചുള്ള കത്താണ് അയച്ചിട്ടുള്ളത്. UDFുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് കത്തിലെ ഉള്ളടക്കം. UDFിൽ ഘടകകക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. LDFുമായി വിട പറയേണ്ടി വന്ന സാഹചര്യം, MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, താൻ ഉയർത്തുന്ന രാഷ്ട്രീയം, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനിടയായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദീർഘമായ കത്താണ് അൻവർ നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. UDF കൺവീനർ, ചെയർമാൻ എന്നിവർക്ക് പുറമെ എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കും കത്ത് കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം അൻവറിന്റെ UDF പ്രവേശനത്തിൽ ചർച്ച നടത്തുന്നതിന് മുന്നോടിയായാണ് കത്ത് കൈമാറ്റം. MLA പദവി ഒഴിഞ്ഞ് PV അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ഇനി മത്സരിക്കാനില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറിച്ച് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നിരുപാധികം പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അൻവറിനെ അവഗണിക്കുന്നത് ഗുണകരമല്ലെന്നും പിന്തുണ അനിവാര്യമാണ് എന്നും കോൺഗ്രസിനുള്ളിൽ പല തരത്തിലുള്ള വിലയിരുത്തലുകളുമുണ്ട്. കൂടുതൽ നേതാക്കൾ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. VD സതീശനെതിരായ ആരോപണങ്ങളിൽ അൻവർ മാപ്പ് പറഞ്ഞതോടെ ഇക്കാര്യത്തിൽ VD സതീശന്റെ നിലപാട് നിർണായകമായിരിക്കും. നിലവിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ നിലപാടും അൻവറിന് അനുകൂലം തന്നെയാണ്.